പ്രൈസ് ദ ലോർഡ്. തബീതാസ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം അതിനെ വിശ്വസിക്കാറില്ല. എന്തെന്നാൽ നമ്മുടെ ഉള്ളിൽ പല സംശയങ്ങളുമാണ്. ഇത് ദൈവികമാണോ അല്ലയോ എന്നത്. അതിന് ഉറപ്പ് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിങ്കിൽ നിന്നും ശരിയായ ആലോചനയെ പ്രാപിക്കണം. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. എന്നാൽ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അതിനെ തിരിച്ചറിയും. ദൈവവചനത്തിൽ പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാണല്ലോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂരിരുട്ടിൻ്റെ അവസ്ഥയാണെങ്കിലും ഒരു പ്രകാശം ഉദിക്കുക തന്നെ ചെയ്യും. ചില വ്യക്തികൾ പറയുന്ന ദൈവിക ആലോചനയെ നാം സംശയിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് വരുമ്പോൾ നാം പോലും അതിൽ അത്ഭുതപ്പെടാറുണ്ട്. അതിൻ്റെ വലിയൊരു തെളിവാണ് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. അപ്പോൾ മോശ അതിനെ കണ്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവിക അഭിഷേകം വ്യാപരിച്ചിരുന്നത് ഇതുപോലെയുള്ള അടയാളങ്ങളിലൂടെയായിരുന്നു. അത് കണ്ട് ഭയപ്പെട്ട് മോശ പോലും ഓടിപ്പോയി. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയുള്ള വ്യക്തിയായിരുന്നു മോശ. എന്നാൽ ദൈവം മോശയോട് ആ സർപ്പത്തിൻ്റെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. ദൈവശബ്ദത്തെ അനുസരിച്ചപ്പോൾ വീണ്ടും അത് വടിയായി മാറുകയുണ്ടായി. എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത്? മറ്റൊന്നിനുമല്ല, താൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ആകയാൽ പ്രിയ ദൈവമക്കളെ, വചനമാകുന്ന ന്യായപ്രമാണം നാം മുറുകെ പിടിച്ച് ജീവിക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഈ ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമായി ഈ പുതുവർഷത്തെ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.